മലയോരത്ത് ചിറ്റാരിക്കാൽ ഈട്ടിത്തട്ടിൽ വേൾഡ് ഓഫ് മ്യൂസിക് ആൻഡ് സിനിമ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റുഡിയോ പ്രവർത്തനം ആരംഭിച്ചു. ഈസ്റ്റ് എളേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി അധ്യക്ഷത വഹിച്ചു. ഫിലിം എഡിറ്റർ രഞ്ജൻ എബ്രഹാം സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സിനിമ ടെലിവിഷൻ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ മുഖ്യാതിഥിയായി. തോമാപുരം സെന്റ് ഫൊറോന വികാരി ഫാദർ മാണി വേൽവട്ടം അനുഗ്രഹ പ്രഭാഷണം നടത്തി. ചിറ്റാരിക്കാൽ സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് രഞ്ജിത്ത് രവീന്ദ്രൻ, ജസ്റ്റിൻ എന്നിവർ പ്രസംഗിച്ചു. ചെയ്തു. അദ്ദേഹം പറഞ്ഞു അഭിനയിക്കാൻ അറിയില്ലെന്ന്. ഒരിക്കലും അഭിനയിക്കാനല്ലോ ചെയ്യുന്നത്, നമ്മളെ ക്യാരക്ടറായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഉണ്ണിരാജയെ കണ്ടപ്പോഴേ, ഉണ്ണിയെക്കുറിച്ച് അറിഞ്ഞപ്പോഴേ ഞാൻ ഓർത്ത ഫ്രെയിമുണ്ട്, മുടി ചെയ്തിട്ട് മുമ്പോട്ട് വരുന്നതും. അപ്പോൾ ആ ടൈറ്റിലിട്ട് അപ്പം വിനീതനോട് പറഞ്ഞ് രഞ്ജനേട്ടാ ഇന്നയാളാ ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, നന്നായിരിക്കും. അതിൽ കണ്ടു കഴിഞ്ഞു. പിന്നെ അതിനകത്തും കുറേയധികം കട്ട് ചെയ്ത് കളഞ്ഞു. അദ്ദേഹം പടം കണ്ടപ്പോൾ നിരാശ തോന്നിക്കാണും, എന്നെ ശവിച്ചിട്ടുണ്ടാവും. അതാണ് ഞങ്ങളുടെ എഡിറ്റർമാരുടെ ഒരു യോഗം. നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ പറക്കുന്നാളിയൊക്കെ എഡിറ്റിംഗ് കഴിഞ്ഞപ്പോൾ വിനീതമായിട്ട് ദിലീപുമായിട്ട് ഞാൻ ഒത്തിരി വഴക്കുണ്ടാക്കിയിട്ടുണ്ട് എന്നെ വർക്ക് ചെയ്യുന്ന സമയത്ത്. കാരണം ഒരുപാട് സീൻസ് കളയേണ്ടി വന്നു. പടം പൂർണ്ണതയിലേക്ക് ആകണമെങ്കിൽ നമുക്ക് അതിനകത്ത് സാക്രിഫൈസ് ചെയ്യാതെ ഒരു രക്ഷയില്ല. പക്ഷെ അത് ആരും സമ്മതിച്ച് തരാറില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു വാക്കിന് ഒരു മറുപടിയാണ്. അദ്ദേഹം പറഞ്ഞ ഒരുപാട് ഹിറ്റ് സിനിമകളുടെ എഡിറ്ററായിരുന്നു. ഹിറ്റ് സിനിമകളുടെ എഡിറ്റർ എന്ന് പറഞ്ഞാൽ ഈ നല്ല വീടൊക്കെ പണിത് കഴിഞ്ഞിട്ട് നമ്മളതിന് മുമ്പിൽ ഒരു കുമ്പളക്കൊക്കെ പെയിന്റ് അടിച്ച് വയ്ക്കില്ലേ, എന്താ ഉദ്ദേശം? അതുപോലെ ഈ വലിയ കഴിവുള്ള സംവിധായകന്മാരെ എന്നെ ചേർക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. എൻ്റെ കോൺട്രിബ്യൂഷനൊക്കെ വളരെ തുച്ഛമാണ്. ഏതായാലും ഒത്തിരി സന്തോഷം. ഒരു ദിവസം സുഹൃത്ത് പറഞ്ഞു പോയിട്ട് വരാറുണ്ട്. അപ്പൊ ഞാൻ എറണാകുളം രസമായിട്ട് പോകാതെ പറഞ്ഞിട്ട് പോയതാ. അങ്ങനെയാണ് അവനെ അവിടെ കൊണ്ടപ്പോൾ നമ്മൾ ഷൂട്ടിംഗ് സ്ഥലത്തെല്ലാം കാണിക്കുന്നു. മണ്ടോദരി, സത്യശീലൻ ഇവരൊക്കെ ഉണ്ട്. അവരുടെ കണ്ടിട്ടൊന്ന് ഫോട്ടോ എടുത്ത് പോകാൻ. അന്ന് ഫോട്ടോ ഇല്ല, അവരെ മൊബൈലൊന്നും ഇല്ല. 10 കൊല്ലം എൻ്റെ അടുത്ത് മൊബൈൽ പഠിച്ച ശേഷം ചെറിയ മൊബൈൽ എടുത്ത് അതിനെ ഫോട്ടോ എടുക്കാനും പറ്റില്ല. അപ്പൊ അങ്ങനെ കണ്ട് ഇഷ്ടമായി. എന്നോട് വേഷം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഞാൻ പറയാൻ പറ്റൂല, ഇത് നമുക്ക് പറ്റൂല. സജീന്ദ്രൻ ഞങ്ങൾ പറഞ്ഞില്ല, സോറി, എൻ്റെ സുഹൃത്താണ്, എഴുത്തുകാരനാണ്. പിന്നെ അങ്ങനെ വന്ന് അപ്പൊ അവര് പറഞ്ഞു വേഷം ചെയ്തു. എന്താ വേഷം? ഞാൻ പറഞ്ഞു അയാൾ പറഞ്ഞു ആടെ പോയിട്ട് ഏതായാലും ഒരു കൗണ്ടറിൽ ഇങ്ങനെ ടിക്കറ്റ് കൊടുക്കുന്ന ഒരാളുണ്ട്, KSRTC ഇതുപോലെ വിളിച്ചു പറയുന്ന ആളല്ലേ, വൈറ്റിലേക്ക് പോകുന്ന ബസ് 10 പേര് പുറപ്പെടുന്നാന്നല്ല പറയുന്നത്. ആടെ പോയിട്ട് നീ ഒരു നാട്ടിന്റെ പേര് കുറച്ച് അതിൽ തന്നെ പോയിക്കൊള്ളണം. നാട് നിൽക്കേന്ന് വേണ്ട, വർത്തമാനം പറയാൻ വേണ്ട, ചോദിക്കാൻ പോവാ, അതായിക്കോട്ടെ, എന്തായാലും വന്നതല്ലേ, വന്ന് പോയിക്കോന്ന് പറഞ്ഞു. അപ്പോൾ ആടെ എത്തിയിട്ട് ആക്ഷൻ. ഞാൻ മെല്ലെ വന്നു. മെല്ലെ വന്ന് നിയാസ് ബക്കറല്ലേ, നമുക്ക് അവരെ കണ്ടിട്ട് ആദ്യമായിട്ട് കാണുന്നതല്ലേ, എവിടെയാണ് പോട്ടത്? അപ്പൊ എനിക്ക് തൊണ്ടയിൽ നിന്ന് വെള്ളം പറ്റിപ്പോ, ഇതൊന്നും പറയാൻ പറ്റത്തില്ല. എന്താന്ന്, എവിടെയാണ് പോട്ടത്? വീണ്ടും ചോദിച്ചു. ബേടെടുക്ക ബത്തിയെടുക്ക ബന്തെടുക്ക വട്ടിയെടുക്ക കൊടുക്കാത്തല്ലേ ബസ് എങ്ങോട്ടാന്ന്? ഈ കായ്ക്കൊരു വെച്ചിട്ട് സീറ്റ് പിടിച്ചിട്ട് വേഗം പോകാൻ വേണ്ടിട്ട് ബസ് വരുമോ? ഇപ്പൊ ഒന്നും മനസ്സിലായിട്ടായിരിക്കും. കട്ട് ലൈറ്റ് ഓഫ് എല്ലാം ചെയ്തു, കട്ടും ചെയ്തു, ക്യാമറ എല്ലാം ഓഫാക്കി. ചോദിച്ചിട്ടുണ്ട് സാറേ, മനോരമയിലെ പുതിയ കാലഘട്ടത്തെ അനുസരിച്ചിട്ടുള്ള ഒരു അല്ലെങ്കിൽ അനുയോജ്യമായ അല്ലെങ്കിൽ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു സംരംഭമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കറിയാം, സിനിമയായാലും സാഹിത്യമായാലും കൂടുതൽ ജനാധിവൽക്കരിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നേരത്തെ നമ്മൾ ചില പ്രത്യേക നാടുകളിൽ അല്ലെങ്കിൽ ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ മാത്രം ചുറ്റപ്പെട്ട് മാത്രം ഉണ്ടായിരുന്ന ഇത്തരം കലാരൂപങ്ങൾ, ഇത്തരം പ്രവർത്തനങ്ങൾ ഇപ്പോൾ നാടിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. നമ്മളുടെ ഡിജിറ്റൽ യുഗത്തിൽ നമ്മളുടെ ഒരാളുടെ കഴിവും പരിശ്രമവും ഉണ്ടെങ്കിൽ ഒരാൾക്ക് മറ്റ് ആരുടെ സഹായമില്ലാതെ ഈ ലോകത്തേക്ക് അവർക്ക് പറയാനുള്ളതും അവർക്ക് കാണിക്കാനുള്ളതും എത്തിക്കാൻ കഴിയുമെന്നുള്ളതിനുള്ള ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. ടെക്നോളജി ഉണ്ടാക്കിയ മാറ്റമാണ്. ഇന്റർനെറ്റിൻ്റെയും അതുപോലെ ഡിജിറ്റൽ ഉപകരണങ്ങളുടെയും മാറ്റത്തോടെയാണ്, വരവോടുകൂടിയാണ് ഈ ഒരു വലിയൊരു മാറ്റം ഉണ്ടായിട്ട്. സാധനം ഇല്ലതാണ്. പക്ഷേ ഓൺലൈനിലൊക്കെ മറിമായം കണ്ടിട്ടുണ്ട്. അങ്ങനെ ഉണ്ണിരാജ് സാറിനെ കണ്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ മാസം പെരുമ്പടവില് സ്കൂൾ കലോത്സവത്തിന് സാർ വന്നിരുന്നു. സാറിനെയും അടുത്തറിയുമ്പോൾ എങ്ങനെയാണ് വളരെ ദാരിദ്ര്യത്തിൽ നിന്ന്, ചെറുതായ അവസ്ഥയിൽ നിന്ന് ഇങ്ങനെ ദൈവം കൈപിടിച്ചുയർത്തുന്ന ഈശ്വരൻ്റെ വരദാനമായ ലോകത്തിൻ്റെ കലാകാരൻ നന്ദിയോടുകൂടി ഓർക്കുകയാണ് ഉണ്ണിരാജ് സാറിനെ. പ്രസിഡന്റിനെ കുറിച്ച് ഇവിടെ എല്ലാവരും പറഞ്ഞു. തീർച്ചയായിട്ടും ഞാനും പറഞ്ഞിട്ടുണ്ട്. ഞാനും ഓർക്കാറുണ്ട്. ഒരു ദിവസം ഒരു പ്രോഗ്രാമിൽ നിന്നപ്പോൾ പ്രസിഡന്റാണ് അവിടെ കസേരയൊക്കെ എടുത്തിരുന്നത്. അത് എന്ത് പണിയും ചെയ്യും. പക്ഷെ അദ്ദേഹം
വളരെ ജനകീയനായ ഈസ്റ്റളരി ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷനാണ്. അദ്ദേഹത്തെയും നിറമനസ്സോടുകൂടെ ഈ വേദിയിൽ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുകയാണ്. നമ്മുടെ രഞ്ജിത്ത് സാറ്, സർക്കിൾ ഇൻസ്പെക്ടർ, അദ്ദേഹം ഈസ്റ്റളരിയിൽ നമ്മുടെ സ്റ്റേഷനിൽ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ CI ആയിരുന്നു. സിസ്റ്ററും ജസ്റ്റിനും കൂടെ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്നതിൽ ഈ മലയോരം തീർച്ചയായിട്ടും കൃതാർത്ഥരാണ്. അദ്ദേഹത്തോട് നന്ദി പറയുകയാണ്. ഉണ്ണിരാജ് സാർ ഇവിടെയുണ്ട്. ഞാൻ ഏതാണ്ട് 10-30 വർഷമായി അച്ഛനായി, പിന്നെ ഒരു 3-4 വർഷമേ ടെലിവിഷൻ കണ്ടിട്ടുള്ളൂ. അതിൻ്റെ ഒരു തീരുമാനമാണ്. ഇതിനു വേണ്ടി ശ്രീ ജസ്റ്റിൻ തോമസ് അവരുടെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് വളരെ നിരത്തതിനെ തിരിച്ചറിയുകയും വിശുപ്രബന്ധത്തിന്റെ ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ചെയ്തു. കേളിയ പ്രഭാതം ജസ്റ്റിൻ തോമസ് അവർക്ക് നൽകുന്നത് നമ്മുടെ കൂടെ ഇത്രയും നേരവും ഇവിടെ ചെലവഴിച്ച എല്ലാവർക്കും നന്ദി പറയേണ്ടത് ഒരു ഔപചാരികതയായതുകൊണ്ട് ഞാൻ ആ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി അധ്യക്ഷനായി ഇവിടെ എത്തിച്ചേർന്ന ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലിക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. നമ്മുടെ ഈ ചടങ്ങിനെ നിലവിളക്ക് തെളിയിച്ച് ഉദ്ഘാടനം ചെയ്യുകയും ഇനി ഒരു റിബൺ കട്ട് ചെയ്യാനും കൂടി ഉണ്ട് കേട്ടോ. റിബൺ കട്ട് ചെയ്ത് ഉള്ളിലേക്ക് പ്രവേശിക്കാം എന്നാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഈ ചടങ്ങ് ഇതിന് ശേഷം അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ അതും കൂടി ഉണ്ട് എന്ന് ഓർമ്മിക്കുകയാണ്. നിലവിളക്ക് തെളിയിച്ച് ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ ഈ പ്രോഗ്രാമിനെ ധന്യമാക്കി തീർത്ത രഞ്ജൻ അബ്രഹാം സാറിന് ഒത്തിരി സ്നേഹത്തോടെ നന്ദി. മുഖ്യാതിഥിയായി ഇവിടെ എത്തുകയും തൻ്റെ സ്വതസിദ്ധമായ സംഭാഷണത്തിലൂടെ, ശൈലിയിലൂടെ നമ്മളെ ഒത്തിരി ഇടപാടുകളിലെ സുതാര്യത, 70 കോടിയിലധികം പ്രവർത്തന മൂലധനം, 18 വർഷത്തെ പ്രവർത്തന മികവിലൂടെ സഹകരണ മേഖലയിൽ ചരിത്ര നേട്ടം കുറിച്ച് ചെറുപുഴ മർച്ചന്റ്സ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ നിരക്കും പൂർണ്ണ സുരക്ഷയും. 25 ലക്ഷം രൂപ വരെ വ്യക്തിഗത വായ്പകൾ, വ്യാപാരികൾക്ക് പരസ്പര ജാമ്യത്തിൽ ബിസിനസ് വായ്പകൾ, കർഷകർക്കും തൊഴിലാളികൾക്കും കുറഞ്ഞ തവണ വ്യവസ്ഥയിൽ വായ്പകൾ, കുറഞ്ഞ പലിശ നിരക്കിൽ വളരെ വേഗത്തിൽ സ്വർണ്ണ വായ്പ, സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ സൗകര്യം, ഇന്ത്യയിലെ ഏത് ബാങ്കുകളിലേക്കും പണം അയക്കാവുന്ന RTGS NEFT സൗകര്യം. ചെറുപുഴ, പെരിങ്ങൂം, വയക്കര പഞ്ചായത്ത് പരിധികളിലായി 3 ബ്രാഞ്ചുകൾ. ഇച്ഛാശക്തിയുള്ള ഭരണസമിതി, ജനകീയമായി ഇടപെടലുകൾ നടത്താനും അറിയുന്ന ജീവനക്കാർ. നിങ്ങളുടെ ധനകാര്യ ഇടപാടുകൾക്ക് ഏറ്റവും വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം ചെറുപുഴ മർച്ചന്റ്സ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഹെഡ് ഓഫീസ് ചെറുപുഴ. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ: മെയിൻ ബ്രാഞ്ച് ചെറുപുഴ, ഫോൺ 04985243255. ഈവനിംഗ് ബ്രാഞ്ച് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ, ഫോൺ 04985242255. പാടിയോട്ടുചാൽ ബ്രാഞ്ച്, ഫോൺ 04985242155.